കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരും ആഗ്രഹിക്കുന്നില്ല വിവാഹേതര ബന്ധത്തിലേക്ക് പെടണമെന്ന്. പലരും അങ്ങനെ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. വളരെ നേരത്തെ വിവാഹം നടത്തുക, അത് ഒരു ജീവിത പങ്കാളി എങ്ങനെ ആവണം, എങ്ങനെയുള്ള ഒരാളാവണം വ്യക്തമായ ധാരണ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഏർലി ഏജിൽ മാരേജ് നടത്തുക. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മാരേജ് വീട്ടുകാരുടെ പ്രഷറിൽ വിവാഹം നടത്തേണ്ടി വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവാതെ ആ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാൽ പോലും പലപ്പോഴും ജീവിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ഉണ്ടാവും. അവിടെ എന്ത് സംഭവിക്കും ചോദിച്ചാൽ അത് പരസ്പരം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആവും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കഗ്നൈസ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടൊക്കെ വരുമ്പോൾ ജീവിതം അങ്ങ് ഡള്ളായിട്ട് തോന്നും. അപ്പോൾ അവിടെ അവർക്ക് കുറച്ച് ഇമോഷണൽ അല്ലെങ്കിൽ അൺഫുൾഫിൽഡ് ഇമോഷണൽ നീഡ്സാണ് ഉള്ളത്, പൂർത്തീകരിക്കാത്ത കുറേ വൈകാരിക ആവശ്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ ഇൻറ്റിമസി. അത് സെക്ഷൽ ഇൻറ്റിമസി മാത്രമല്ല, പരസ്പരം ഒരു തോന്നുന്നൊരു ഫിസിക്കൽ ഇഷ്ടം, അവരുടെ പ്രസൻസ് ഇഷ്ടപ്പെടുക, അവരുടെ ഒപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെടുക, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മറ്റൊന്നാണ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി. ചിലർക്ക് അവരുടേതായ ആശയങ്ങൾ, പാഷന് ഒക്കെ തുറന്ന് സംസാരിക്കുക, അതിനോട് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എന്നൊരാൾ ജീവിത പങ്കാളി ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. സോ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസിയും ഒക്കെയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആരെയെങ്കിലും അവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിയോടൊരു അടുപ്പം, താല്പര്യം, ഇഷ്ടം, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ടാവാറുണ്ട്. മാരേജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ജീവിതം ഒരു സന്തോഷം അല്ലെങ്കിൽ തോന്നാറിരിക്കുക, ഒരു മിസറബിളായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഹെൽപ്പിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന രീതിയിലേക്ക് പെരുമാറ്റങ്ങളെ ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്.